ഇന്ന് നമ്മൾ ഇങ്ങനത്തെ ഒരു ബുട്ട വർക്കാണ് കാണുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സിൻ്റെ ഔട്ട് സൈഡിൽ ഒരു 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ പോലത്തെ ഈ ഭാഗങ്ങളിൽ ഇതുപോലത്തെ ഗോൾഡൻ ബീഡ് വെച്ച് നമുക്കിതും ഫുള്ള് ഫില്ല് ചെയ്യാം. നടുക്ക് ഭാഗത്ത് ഞാൻ ഗോൾഡൻ ബീഡ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്തിൽ ഇതുപോലത്തെ ഓരോ ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ സ്ക്വയർ ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒരു ലീഫാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ലെന്ത് വേണം അതനുസരിച്ച് നമുക്ക് ലീഫിൽ കട്ട് ബീഡ്സുകൾ കൊടുക്കാം. അതായത് ഇവിടെ നമ്മൾ 1 2 3 ലീഫ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമ്മളിവിടെയും ലീഫ് കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ത്രെഡ് എടുക്കുക, മേലിലേക്ക് കൊണ്ടുപോകുക. ഈ 2 കട്ട് ബീഡ്സ് ഇല്ലേ, ഇതിൻ്റെ നടുക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. കുത്തുക, ഒരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുക്കുക, എന്നുവെച്ചാൽ സ്ട്രോങ് ആയിട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് എത്ര ലെന്ത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് ഇതുപോലത്തെ ചെറിയ മൈക്രോ കട്ട് ബീഡ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലെന്തിനനുസരിച്ച് നമ്മളിവിടെ കട്ട് ബീഡ്സുകൾ എടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ കട്ട് ബീഡ്സുകൾ ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, ഒരു ലോക്ക് സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ത്രെഡ് എടുത്ത് ഈ 2 കട്ട് ബീഡ്സിന് നടുക്ക് കുത്തുക, ഒരു ലോക്ക് സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര ലെന്ത് വേണം അതിനനുസരിച്ച് നമ്മൾക്ക് കട്ട് ബീഡ്സുകൾ ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതിന് ശേഷം ഇതുപോലെ തന്നെ ഇവിടെയും രണ്ടിടത്തും കൂടെ ഇതുപോലത്തെ ലീഫ് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സീക്വൻസ് ആദ്യം കൊടുക്കും. ചെറിയ സീക്വൻസ് എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ലെന്ത് അനുസരിച്ച് ഇവിടെ ചെയ്തേക്കണ്ട, ഇതുപോലെ ഇതിൻ്റെ ലെന്ത് അനുസരിച്ച് നമ്മൾ കട്ട് ബീഡ്സുകൾ എടുക്കും. ഞാനിപ്പോൾ ഇവിടെ 4 മൈക്രോ കട്ട് ബീഡ്സുകൾ യൂസ് ചെയ്യും. ഇതുപോലത്തെ 4 കട്ട് ബീഡ്സുകൾ എടുക്കുക, സ്ട്രെയിറ്റ് കൊണ്ടുവരിക, ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ ഇവിടെയും കൊടുക്കുക. ഇവിടെ ചെയ്തേക്കുന്ന പോലെ തന്നെ നമ്മളിവിടെയും ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഇതുപോലത്തെ ലോങ് ഫ്രിഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. ഒരു ചുറ്റുകൂട്ടി എത്ര അകലം വേണം അവിടെ വെച്ചിട്ട് നമ്മൾ പയ്യെ നീഡിലിറക്കി കൊടുക്കുക. ഇതുപോലെ നമുക്കിതിന് ചുറ്റും ഇതുപോലെ ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇതുപോലത്തെ ലോങ് ഫ്രഞ്ച് നോട്ട് ഇവിടെ കൊടുത്തിട്ടില്ലേ, അതുപോലെ നമ്മൾ ഈ സൈഡിലും ലോങ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു ചുറ്റും മാത്രം കൊടുക്കുക. നമുക്ക് എത്ര ലെന്ത് വേണം അതനുസരിച്ച് ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് വീണ്ടും നമുക്ക് എത്ര ലെന്ത് വേണം അതനുസരിച്ച് ഇവിടെയും ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഗോഡ് ബ്ലെസ് യു ഓൾ.